ഹായ് എവരിവൺ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിയാ സീഡ് പുഡിങ്ങാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. വളരെ ഹെൽത്തി ആയിട്ടാണ് ഈ പുഡിങ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. നമുക്ക് ഒരു കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അമിത ഭാരം ഉള്ളവർക്കും വളരെ നല്ലതാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ആയിട്ട് ഈ പുഡിങ് ഉപയോഗിക്കാവുന്നതാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കരിക്കാണ്. ഇത് നല്ല ഒരു നാടൻ കരിക്കാണ്. ഇതിൻ്റെ വെള്ളത്തിൽ വേണം നമുക്ക് ചിയാ സീഡ് കുതിർത്ത് വയ്ക്കാനായിട്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് ചിയാ സീഡ് കുതിർക്കാനായിട്ട് നിങ്ങൾക്ക് കരിക്കിൻ്റെ വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ വിഷമിക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഇതിൽ തന്നെ കുതിർക്കണം എന്നുള്ള യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ബദാം കുതിർത്തതിന് ശേഷം തൊലിയെല്ലാം ഇളക്കി കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ഒഴിച്ച് അടിച്ചതിന് ശേഷം അതിൻ്റെ പാലെടുത്ത് അതിലും കുതിർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ഇതിലേക്ക് ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. 2 പേർക്കുള്ള പുഡിങ്ങാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. ഒരാൾക്ക് 1 ടേബിൾ സ്പൂൺ, ഒരു വലിയ സ്പൂൺ ചിയാ സീഡ് മതി കേട്ടോ. ചിയാ സീഡ് ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലത്തെ പ്രോട്ടീൻ നമുക്ക് ചിയാ സീഡിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ബദാമിലും പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഒരു 25ഓളം ബദാം ഞാൻ എടുത്തിട്ടുണ്ട്. 8 മണിക്കൂർ കുതിർത്തതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. പിന്നെ ഇത് നമുക്ക് അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അരിക്കാതെ തന്നെ നമുക്ക് ഫുൾ ഫൈബറോടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുകൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ ഈ കരിക്കിൻ വെള്ളത്തിൻ്റെ കരിക്ക് നമുക്കിതിലേക്ക് എടുത്തിട്ട് കൊടുക്കാം. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ കട്ടി കുറഞ്ഞിട്ടുള്ള കരിക്കാണ്. അതുകൂടി നമുക്കിതിലേക്ക് എടുത്തിട്ട് നല്ലതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ വേണം നിങ്ങൾ ഇത് ചെയ്യുന്നെങ്കിൽ ചെയ്തു വയ്ക്കാനായിട്ട്. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ നല്ലതുപോലെ അടച്ചിട്ട് വേണം ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാനായിട്ട്. നെക്സ്റ്റ് ഡേ രാവിലെ പിന്നെ എടുത്താൽ മതി. ഒരു രാത്രി മുഴുവൻ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ വൈകിട്ട് നമ്മളിത് തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അടുത്ത ദിവസം രാവിലെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ചിയാ സീഡെല്ലാം നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നല്ലതുപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 2 പേർക്ക് നല്ല രീതിയിൽ കഴിക്കാനായിട്ട് ഈ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇതിന് പിന്നെ ഞാൻ ഒരു പഴം, മാതളപ്പഴം കുറച്ച്, പിന്നെ വാൾനട്ട്, കുതിർത്ത വാൾനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2-3 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇട്ട് കുതിർത്ത വാൾനട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രൈ ഫ്രൂട്ട്സും പഴങ്ങളും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏത്തപ്പഴം മാത്രം ചേർത്ത് കൊടുക്കാതിരിക്കുക. അതുകൂടി ചേർത്ത് കൊടുക്കുമ്പോൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് വെയിറ്റ് കൂടും, വെയിറ്റ് കുറയത്തില്ല. അതുകൊണ്ട് ചെറിയ പഴം ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 2 പേർക്ക് കൂടിയാണ് ഒരു പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2ആയിട്ട് വിഭജിക്കുമ്പോൾ വളരെ കുറച്ച് മധുരം മാത്രമേ ഓരോരുത്തരുടെയും ശരീരത്തെത്തുന്നുള്ളൂ. നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സ് അനുസരിച്ച് നിങ്ങളിത് തയ്യാറാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടണിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചു നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.